Think I've been here before. I know that I must have met you in a past life. Got my heart on the floor. ഹലോ, വെൽക്കം ടു ക്രാഫ്റ്റ്സിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം വ്ളോഗാണ്. അപ്പോൾ ഇനിയിപ്പോൾ കമ്മിങ് 4 days ലീവ് ആയത് കാരണം പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തതുപോലെ തന്നെ എല്ലാവരും ഉള്ളത് കാരണം കുഞ്ഞ് അത്ത വിടണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ പോയി കുറച്ച് ഫ്ലവേഴ്സ്, വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ മേടിച്ചു. എന്നിട്ട് തലേദിവസം തന്നെ ഇതെല്ലാം ഇറുത്ത് വെച്ചു. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. ഒത്തിരി ഫ്ലവേഴ്സൊന്നുമില്ല, ഒരു കുഞ്ഞത്തം വീട്ടിലിടുന്നതിന് ആവശ്യമായിട്ടുള്ള പൂക്കൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. പൂക്കളെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡിസൈനൊക്കെ നോക്കണം, ഡിസൈനൊക്കെ എന്ത് ഡിസൈൻ ഇടണം എന്നൊക്കെ ആലോചിച്ച് അവസാനം സിമ്പിളായിട്ട് ഒരു കുഞ്ഞ് ചോക്കൊന്നും കിട്ടിയില്ല. പിന്നെ മോളുടെ കളർ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഒരു കുഞ്ഞ് സർക്കിളും പിന്നെ നമുക്ക് ചെയ്യാൻ ആ ഫ്ലവേഴ്സിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജസ്റ്റ് അത്തപ്പൂക്കളം വരച്ചു. ഐഷു ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, കട്ടൊക്കെ ചെയ്ത് ഫ്ലവേഴ്സ് എല്ലാം റെഡിയാക്കി അത്തപ്പൂട്ട് തലേദിവസം ഇട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് ടൈം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ടൈം ഞങ്ങൾ ഇതുപോലെ മേടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് അത്തപ്പൂവൊക്കെ ഇടാനായിട്ട് തുടങ്ങിയത്. അപ്പം ഒത്തിരി ലേറ്റായി, പിന്നെ ആകെ ടയേർഡായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ തലേദിവസം ഈ പ്രാവശ്യം തലേദിവസം എല്ലാം നമുക്ക് ഇട്ട് വയ്ക്കാം. അപ്പം മോർണിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒന്ന് ഒരുങ്ങി പിന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്താൽ മതിയല്ലോ. മറ്റത് ഇതും കൂടെ ആകുമ്പം ലോഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയപ്പോഴത്തേക്കും മോള് നല്ല ഉറക്കമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റു. അപ്പോൾ പിന്നെ അവൾക്കും ഭയങ്കര ആഗ്രഹമാണ് ഇതുപോലെ ഇടണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇട്ട് കഴിയുന്നതിൻ്റെ ബാക്കി ഫ്ലവേഴ്സ് എല്ലാം ബാക്കി വെച്ചിരുന്നു അവൾക്കിട. അവൾ ആക്ച്വലി ചെയ്യുന്നത് സ്പേസ് ഷിപ്പിൻ്റെ ഓൾമോസ്റ്റ് കഴിയാറായി. മോളും അവൾക്ക് പറ്റുന്ന പോലെ അവൾ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി പിന്നെ നമ്മുടെ ഫൈനൽ ലുക്ക് കാണാം. ഫൈനൽ അത്തം ഇതാണ്. ഇപ്പം ഞങ്ങൾ വിചാരിച്ചതുപോലെ ഒരു കുഞ്ഞത്തം ഞങ്ങളും ചെയ്തു. മോൾക്ക് ഇഷ്ടപ്പെട്ട സ്പേസ് ഷിപ്പും അതുപോലെ അവൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, രാത്രി ഇച്ചിരി ലേറ്റ് ആയത് കാരണം ഞങ്ങൾ എഴുന്നേക്കാനും കുറച്ച് വൈകി. എന്നാലും പിന്നെ രാവിലെ കുറച്ച് ഫ്രീ ആയിരുന്നു ഞങ്ങൾ. ഇവനെ ഇന്ന് അടുപ്പിച്ചിട്ടേ ഇല്ല ബ്രൂണോയെ. പിന്നെ രാവിലെ തന്നെ ഫുഡും ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടമ്മമാരും പായസമൊക്കെ റെഡിയായി. കടലപ്പായസവും സേമിയ പായസവും രണ്ടും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മോളെ ഒരുക്കാനായിട്ട് പോയി. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് അവളെ ഒന്ന് റെഡിയാക്കി. അവൾക്കിങ്ങനെ ഷോളൊക്കെ ഇട്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സ്കേർട്ടും ടോപ്പും പട്ടുപാവാടേനോട് വലിയ താല്പര്യമില്ല. 2-3 പ്രാവശ്യം ഇട്ടത് കാരണം അവൾക്ക് ഇത് മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് കാരണം പിന്നെ അതിട്ട് കുറച്ച് പൂവൊക്കെ വെച്ചു. അവൾ പിന്നെ അവളുടെ അത്തമൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് തലേദിവസം അത്തം ഇട്ടത് കാരണം രാവിലെ കണ്ണുറന്ന് തൊട്ട് അവൾക്ക് ഡ്രസ്സ് ഒരുങ്ങണം, പൂ വയ്ക്കണം, ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ അല്ലെങ്കിൽ പിന്നെ കിട്ടില്ല ലാസ്റ്റ്. അവൾക്ക് ഒത്തിരി പിന്നെ ഇഷ്ടമായി. ബാക്കി എല്ലാവരും റെഡിയായിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയത് കാരണം അവളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനായിരുന്നു എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യ കഴിച്ചു. പിന്നെ വിചാരിച്ചു സദ്യ കഴിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ സദ്യയൊക്കെ വിളമ്പി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഓണവും. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് പിന്നെ ഹസ്ബൻഡും അമ്മയും വന്നിട്ടില്ല. ബാക്കി എല്ലാവരും ഇന്നുണ്ട് ഇവിടെ വീട്ടിലൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫോട്ടോസ് എടുക്കാനായിട്ട് ഇറങ്ങി. എന്തായാലും ഇത് ഞങ്ങൾക്ക് മറക്കാനാവാത്ത നല്ലൊരു ഓണമായിരുന്നു. പിന്നെ ഭയങ്കര ആർഭാടങ്ങളൊന്നുമില്ല, എന്നാലും നല്ലൊരു ഓണം വീട്ടിൽ ആഘോഷിക്കാൻ പറ്റിയ എല്ലാവരുമായിട്ട്. എന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും നിങ്ങളെ കാണിക്കാൻ കുറച്ച് ഞങ്ങളെടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ കാണിക്കാം.